ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ വിശേഷങ്ങളല്ലേ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. തിരക്കാണോ എന്ന് ചോദിച്ചാൽ രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു. തിരി കെട്ടാനും എണ്ണാനും അത് പാക്ക് ചെയ്യാനും അങ്ങനെ കുറച്ച് ജോലി തിരക്കുകളുണ്ടായിരുന്നേ. പക്ഷേ ഇതിനൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ഉച്ചയ്ക്കത്തേക്കുള്ള ഊണും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സമാധാനത്തെയാട്ടോ ഇതിനു വേണ്ടി കയറുന്നത്. ഈ തിരിയുടെ നല്ല തിരക്കുള്ള സമയത്ത് മാക്സിമം 9 മണിക്ക് മുമ്പ് തന്നെ എല്ലാ ജോലിയും തീർത്തിട്ട് കറക്റ്റ് ഷാർപ്പ് ടൈമിൽ ഇരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. എന്നിട്ട് ഒരു മണി സമയമാകുമ്പോഴത്തേക്കും എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് ജോലി തീർത്തിട്ട് എഴുന്നേക്കും. പിന്നെ 2 മണിക്ക് ഇരിക്കും. അതൊരു 4 മണി 4:30 വരെ ചെയ്യും, അങ്ങനെ കേട്ടോ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരിയുടെ പണിക്ക് കയറുന്നില്ല. എനിക്ക് വീട്ടിൽ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ട്. അപ്പോൾ അതിനു മുമ്പേ എണ്ണ തിരിയെല്ലാം പാക്ക് ചെയ്തിട്ട് എണ്ണ ഒന്നും തെറ്റിക്കാതെ വൃത്തിയായിട്ട് കവറിലോട്ട് അങ്ങ് എടുത്ത് വെക്കുക കേട്ടോ. ഈ കവറിലാണ് നമ്മൾ സെയിലിന് പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. പിന്നെ കണക്ക് കെട്ടിയ തിരിയുടെ കണക്കെല്ലാം അങ്ങ് എഴുതി വെച്ചിട്ട് ഊണ് കഴിക്കാനായിട്ട് കയറിയേ. അപ്പോൾ ഇന്ന് നല്ലൊരു കൂമ്പ് തോരനും മത്തി മുളക് കറി വെച്ചത്, മത്തി പൊരിച്ചത് കേട്ടോ. മക്കളും എൻ്റെ കൂടെ ഫുഡ് കഴിക്കാതിരിക്കുമായിരുന്നു. ഇപ്പം സമയം ഒരു 1:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ചോറെടുത്ത് കഴിക്കുക കേട്ടോ. ഈ കൂമ്പ് തോരൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെയും കേശുട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ. വേറെ ആർക്കും അത്ര പിടുത്തമില്ല. കൂമ്പ് തോരനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കും. പിന്നെ കേശുട്ടന് കുറച്ച് തൈരും കൂടെ ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സെറ്റാ പറയണ്ട. മോര് മാത്രമാണെങ്കിലും മോൻകുട്ടൻ ചോറ് കഴിക്കും. പിന്നെ കുഞ്ഞ മത്തിയായിരുന്നേ. ഈ സാധാരണ ഇവിടെ പീര പറ്റിക്കലാണ്, പക്ഷെ 2 ദിവസം അടുപ്പിച്ച് പീര പറ്റിക്കലായതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് മുളക് കറി വെച്ചു. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് മുളക് കറിയും തോരനും ഒക്കെ കൂട്ടിക്കൊഴിച്ച് ചോറുണ്ണാനായിട്ട് നല്ലോണം വിശന്നിരിക്കുമായിരുന്നേ. പിന്നെ വേഗം തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആ പാത്രം അങ്ങ് കഴുകി വെക്കുക കൈയോടെ. കാരണം ഇനി മുറിലോട്ട് കയറി കഴിഞ്ഞാൽ ഒത്തിരി ജോലി മിച്ചം കിടക്കും. അപ്പോൾ അതേ അലമാരിയിലെയും ടേബിളിന് താഴെയുള്ള തുണിയെല്ലാം കൂടെ ഞാൻ വാരി വലിച്ചിട്ടിട്ടുണ്ട്. മൊത്തത്തിൽ എൻ്റെ അലമാരിയുടെ ഒരു പരുവ് ഇങ്ങനെയാണ്. അപ്പോൾ കബോർഡിലെ തുണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിടുന്ന തുണിയെല്ലാം വെളിയിൽ ടേബിളിന് താഴെയായിട്ട് അടുക്കി വെക്കുവേ. ഇത് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടുന്ന തുണിയൊക്കെയാണ് അലമാരി വെക്കുന്നത്. അപ്പോൾ സാരി ഉടുക്കുവാൻ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഉടുക്കുന്ന ഒരാളല്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ സാരി ഉടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും ചുരിദാർ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ചധികം സാരിയുടെ കളക്ഷൻ എൻ്റെ ഉണ്ട് കേട്ടോ. ഉടുക്കില്ലെങ്കിലും ആരെങ്കിലും തന്നാലും അമ്മയൊക്കെ ആണെങ്കിലും നല്ല സാരിയൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുമ്പോഴത്തേക്കും ഞാൻ അതിങ്ങനെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ എല്ലാം പൊടിയായിരുന്നു. അതെല്ലാം ഒന്ന് കൊട്ടി കുറച്ചൊക്കെ വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം അടുക്കി അങ്ങ് അലമാരിലോട്ട് വെക്കുവാണ്. ഇതെൻ്റെ ഒരു ഹാഫ് സാരിയുടെ ഒരു ഷാളാണ് കേട്ടോ. കുറേ പഴക്കമുണ്ട്. അപ്പോൾ പിന്നെ മക്കളുടെ 2 പേരുടെയും തുണി മടക്കാൻ നേരത്ത് അവരെയും കൂടെ വിളിച്ചു. മൗലിയുടെ തുണി മൗലിയെ കൊണ്ട് അടുക്കി വെപ്പിച്ചു. കേശുടേണ്ടത് കേശുട്ടെ കൊണ്ട് വെപ്പിച്ചു കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ഇച്ചിരി ജോലി എളുപ്പമായിരിക്കും. എല്ലാം കൂടെ ചെയ്തു വരുമ്പോഴത്തേക്കും സമയം ഒത്തിരി താമസിക്കും. അപ്പം അവർ 2 പേരും വന്ന് ഹെൽപ്പ് ചെയ്ത് ഞാൻ തുണിയെല്ലാം അങ്ങ് വെച്ച് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 10-13 വർഷമായിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞ് കവറ് കിട്ടി കേട്ടോ. ആ കവറ് കണ്ടപ്പോഴത്തേക്കും ആണെങ്കിൽ 2 പേരും കൂടെ അതൊക്കെ വലിച്ച് വാരി നോക്കിയേ. അപ്പം ഞാനത് വാങ്ങിച്ച് വെച്ച് അതെന്താണെന്ന് ഞാൻ വീഡിയോ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. ഇപ്പം കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെയും സമയം പോകും. അപ്പം ഞാൻ നിലത്തിരുന്നിട്ട് ഓരോന്ന് പതുക്കെ അടുക്കി വെച്ചപ്പോൾ മക്കൾ മടക്കി തന്നു കേട്ടോ. പിന്നെ കുറച്ച് അലമാരയുടെ മുകളിലായിട്ട് തന്നെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിലൊരു പുസ്തകമാണ് ഈ ഗരുഡപുരാണം എന്ന് പറയുന്നത്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ വായിച്ച കേട്ടോ. നല്ലൊരു പുസ്തകമാണ്. പക്ഷേ ഇത് ഞാൻ വെളിയിൽ വെച്ചിട്ടില്ല. ആരെങ്കിലും കണ്ടാൽ ഒന്നെങ്കിൽ എടുത്തുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഈ മക്കൾ തന്നെ കീറുന്നതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു കവർ കിട്ടിയിരുന്ന ഇതാട്ടോ ആ കവറിലുണ്ടായിരുന്നത്. അതായത് നമ്മുടെ മൗലിമോള് പ്രസവിച്ച സമയത്ത് ഉടുപ്പാണ്. അതായത് 28 കെട്ടിന് വാങ്ങിച്ച ഉടുപ്പാണ്. ഇവൾ 6-ാം മാസത്തിൽ പ്രസവിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഉപയോഗിച്ച 2 ഉടുപ്പ്, ആദ്യമായിട്ട് അവൾ ഉപയോഗിച്ച 2 ഉടുപ്പും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്
കേട്ടോ. എന്തോ ആ സമയത്ത് അവൾ വെറും 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഈ ഉടുപ്പ് അന്നും പറ്റത്തില്ലായിരുന്നേ. അപ്പം അവൾ വളരുന്ന അനുസരിച്ച് എനിക്കിത് കയ്യിൽ സൂക്ഷിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രണ്ടുപേരും ആദ്യമായിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഉടുപ്പിക്കാൻ വയ്ക്കുന്ന കുഞ്ഞു മുണ്ടില്ലേ, ആ കുഞ്ഞു മുണ്ടും ഈ 2 ഉടുപ്പും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് തന്നെ അതിശയമായിരുന്നു ഇത് കണ്ടപ്പോൾ, അയ്യോ അമ്മ ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ എന്ന്. എനിക്കും ഒരു സന്തോഷമായിരുന്നു. കുറേയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടേത്. കുറച്ചൊക്കെ കുഞ്ഞു മക്കൾക്ക് ഞാൻ എടുത്തു കൊടുത്തു നല്ലത് നോക്കിയിട്ട്. ഇതെന്തോ ഞാനങ്ങ് സൂക്ഷിച്ച് വെച്ചേക്കുവാണേ. അപ്പം മൗല് പറഞ്ഞു അമ്മ ഇതെൻ്റെ പാവയ്ക്കിടാൻ താന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ഇത് പിന്നെ ഈ കേശൂട്ടൻ്റെ ഒരു 5 വയസ്സുള്ളപ്പോഴത്തേക്കും വാങ്ങിച്ച പട്ടാളക്കാർ ഉടുപ്പാട്ടോ. ഇപ്പം കയറത്തില്ലെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാൻ അവൻ വലിച്ചു കയറ്റിയിടുക കേട്ടോ. അവസാനം ഊരാൻ കിടന്ന് പെടാപ്പാട് വിടുമായിരുന്നു. പിന്നെ അലമാരി തുണിയെല്ലാം മടക്കി വെച്ചിട്ട് നേരെ മുറ്റത്തോട്ട് ഇറങ്ങി. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിൻ്റെ വാതിൽക്കൽ തന്നെ ഒരു മുത്തശ്ശിമാവുണ്ട്. നല്ല മാങ്ങയാണ്, പക്ഷേ പുഴുവാണ്. പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് മുഴുവൻ പെറുക്കി കളഞ്ഞിട്ട് മുറ്റമെല്ലാം വേഗം അങ്ങ് അടിച്ച് വൃത്തിയാക്കുവാണേ. പകുതി മുറ്റം തൂത്തപ്പോൾ തന്നെ നല്ല മഴക്കോട് വരുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് ഉറപ്പായപ്പോഴത്തേക്കും തൂത്ത ചവറെല്ലാം വേഗം തന്നെ അങ്ങ് കത്തിച്ച് മാറ്റി. അല്ലെ പിന്നെ നനഞ്ഞു കഴിഞ്ഞാൽ കത്തത്തില്ലല്ലോ. അപ്പോൾ മഴയ്ക്ക് മുമ്പ് എല്ലാ ജോലിയും തീർത്തിട്ട് ഞാനും അങ്ങ് ഫ്രഷായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അലമാരിയെല്ലാം അടിപൊളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവരെന്തെങ്കിലും തുണി എടുക്കുമ്പോൾ ഓരോന്നിങ്ങനെ അടുങ്ങി വീഴുമ്പോഴത്തേക്കും കുത്തിക്കയറ്റി വെക്കും. അപ്പോൾ തകർത്ത് നമ്മുടെ വീട്ടിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ വേനൽ ചൂട്ടിൽ ഇന്നത്തെ ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ. ചെറിയൊരു കാറ്റും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടെങ്കിലും വല്ലാത്തൊരു ഭംഗിയായിരുന്നു മഴയ്ക്ക്. അപ്പം ഞാൻ വേഗം പോയി ഒരു ചായ ഇട്ടിട്ട് മഴ അങ്ങ് ആസ്വദിക്കാൻ തുടങ്ങി കേട്ടോ. കാരണം നല്ലൊരു മൂടായിരുന്നു ചായയൊക്കെ കുടിച്ചിരിക്കാനായിട്ട്. പിന്നെ അതെ ഞാനും കേട്ടിട്ടൊന്ന് നാമം ചൊല്ലുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. എല്ലാ വീട്ടിലും നാമം ചൊല്ലണം കേട്ടോ. ഞങ്ങളിവിടെ എല്ലാ ദിവസവും നാമം ചൊല്ലുവേ. അപ്പോൾ നോക്കൂട്ടായിരിക്കും നാമം ചൊല്ലിത്തരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ചർച്ചാ ബൈ ബൈ, സീ യു. ഓക്കെ. രാമപാദം ചേരണേ മുകുന്ദ രാമ